2 ഐലൻഡ്, 3 ഐലൻഡ്, 3 ഐലൻഡും അത് കഴിഞ്ഞിട്ടൊരു എൻഫൈറ്റും മെറീജോ മേ ബി കുറെ ഉണ്ടാവും. പറയാൻ പറ്റില്ല എന്തുണ്ടാകാൻ പോകുന്നത്. പിന്നെ സാഞ്ചിയുടെ ഇതില് ലൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ കൊനിച്ചിവ സുഹൃത്തുക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വീബ്സ് ബൈ ഷുനിഗാമി സ്റ്റുഡിയോസ്. ഇപ്പോഴേ ഇന്ന് നമ്മളൊരു വൺ പീസിൻ്റെ അനദർ എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ്. വൺ പീസിൻ്റെ ഒരു ഫാനും കൂടി വന്നിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. റിട്ടേൺസ് ഓഫ് വൺ പീസ് ഫാൻ and the return of One Piece. Yes, the return of One Piece. 6 മാസമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. 6 മാസത്തിലെ എക്സ്പെക്ടേഷൻ എങ്ങനെയുണ്ടായിരുന്നു? എനിക്കങ്ങനെ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. മാങ്ക വായിച്ചു പോണ ആൾക്ക് ബ്രേക്ക് ഇല്ലാത്തത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. 2 ആഴ്ച ബ്രേക്ക് പോയിരുന്നു ഇടയ്ക്ക്. 2 ആഴ്ച ഒരു 4 ചാപ്റ്റർ ഇട്ടതിന് ശേഷം ഒരു 1 month ബ്രേക്ക് കൊടുത്തായിരുന്നു. അങ്ങനെ കൊടുക്കും. പിന്നെ ഓടക്കിടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നല്ലോ, അതിന്റെ ഇഷ്യൂസ് ഇപ്പൊ ഇടക്കിടക്ക് ബ്രേക്ക് വരുന്നുണ്ട്. 2 ചാപ്റ്റർ ഒരു ബ്രേക്ക്, 2 ചാപ്റ്റർ 3 ചാപ്റ്റർ ഒരു ബ്രേക്ക്. പുള്ളി ബ്ലാക്ക് ക്ലോവറിന്റെ എഴുത്തുകാരന് പഠിക്കുക. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോ ഞാൻ വല്ലപ്പോഴും ഓരോ ചാപ്റ്റർ ഇട്ട് പോവാന്ന് പറയും. വേണ്ട, പറഞ്ഞപ്പോഴാ ബ്ലാക്ക് ക്ലോവറിന്റെ അടുത്ത 2 ചാപ്റ്റർ ഇപ്പൊ ഏപ്രിലിന്റെ അവസാനം വരുന്നുണ്ട്. അതേ ബേസിംഗിൽ ഇട്ടിട്ടും ബാക്കി കമ്പയറിംഗ് ടു ബാക്കി ക്രിയേറ്റേഴ്സിനെക്കാളും പുള്ളിക്കാരും നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇടുന്നത് എനിക്ക് തോന്നുന്നു. സ്റ്റോറി പെട്ടെന്ന് മൂവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറി ലൈക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പുതിയ സാധനങ്ങൾ റിവീൽ ചെയ്തു. വൈബാണ്. 27 വർഷമായിട്ട് പുള്ളിക്കാരൻ വർക്കഹോളിക് തന്നെയാണ് സത്യം. ജോലിക്ക് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ലൈക്ക് പെട്ടെന്ന് കഥ തീർക്കാൻ നേരിയത് ഫ്രാങ്കിയുടെ ആള് റിട്ടയർ ആയപ്പോഴായിരിക്കും. ലൈക്ക് ഫ്രാങ്കി എന്ന് പറയുന്ന ക്യാരക്ടറിന് പുള്ളിക്കാരുടെ പേരെന്താണ്? കസുകിയാവോ. ലൈക്ക് പുള്ളിക്കാരനാണ് ബോൺക്ലേക്കും അതുപോലെ തന്നെ ബോൺക്ലേ അതുപോലെ നമ്മുടെ ഫസ്റ്റ് ജാങ്കോ ഇവർക്കൊക്കെ വോയിസ് ചെയ്തിരുന്നു. ലൈക്ക് പുള്ളിക്കാരനെ കണ്ട് കൊള്ളാം. ഫസ്റ്റ് ചെറിയൊരു പുള്ളിയും ചിലപ്പം പോവും. മറ്റേ ബ്രൂക്കിന്റെ അത്ര പ്രായമില്ല. ജിംബയുടേതായ കൊട്ടും വയ്യ. അയാള് മറ്റേ പെട്ടെന്ന് അയാളങ്ങ് ഷോ ഒരുമാതിരി അങ്ങായത് കണക്കാ തോന്നുന്നു. കാരണം അയാളെ കോമിക്കോണില് 2022 കോമിക്കോണിലാണ്ട് ഒരു ജാപ്പനീസ് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ അടപ്പുണ്ട്. അതിനകത്ത് പുള്ളിക്കാരൻ അത്യാവശ്യം ഹെൽത്തിയാണ്. പക്ഷേ ഈ റീസെന്റ് ആയിട്ട് വരുന്നതിനകത്തൊക്കെ പുള്ളിക്കാരന് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് കാണിക്കുന്നത്. ഇത് ഇതിലും വരുന്നുണ്ട്, ലൈക്ക് ആനിമയിലും കാണിക്കുന്നുണ്ട്. ഈ ക്യാരക്ടേഴ്സ് ഏറ്റവും പ്രായം കുറവ് എനിക്ക് തോന്നുന്നു ബ്രൂക്കിന്റെ വോയിസ് ആക്ടറാണെന്ന് തോന്നുന്നു കാണുമ്പോ. അല്ല ഇവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവനോ നാമിയും ചോപ്പറൊക്കെ മാറ്റി പുള്ളിക്കാരനും പ്രായമുണ്ട്. ചോപ്പറിന്റെ വോയിസ് ആക്ടറിനായിരിക്കും പ്രായം കുറവ് തോന്നുന്നു. അല്ലേ? അത് പ്രായം അല്ല, ചോപ്പറിന്റെ വോയിസ് ആക്ടറിന് കൂട്ടത്തിൽ പ്രായം കുറവ്, പെണ്ണാണ് പ്രായം കുറവ്. പക്ഷെ 90s തൊട്ടേ ഉണ്ട്. 90s അതിന് മുമ്പ് തൊട്ടേ ഉണ്ട്. പിക്കാച്ചു. പക്ഷെ സംഭവം എന്ന് വെച്ചാല് കറന്റ്ലി ഏറ്റവും പ്രായം കുറഞ്ഞത് ഫ്രാങ്കിയുടെ പുതിയ വോയിസ് ആക്ടറിനാവാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് മെയിൻ ക്രൂവിലുള്ള. ഓക്കെ, ഫ്രാങ്കിയുടെ വോയിസ് ആക്ടറിനെ കുറിച്ചുള്ള അഭിപ്രായം കേട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് 2 എപ്പിസോഡിൽ 2 ബിറ്റ് മാത്രം കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ കാലിബ്രേഷൻ അത് മിക്സ് ആവില്ല. കാരണം ഇത് ബിൽഡ് ചെയ്തിട്ട് തന്നെ പുള്ളിക്കാരന് വേണ്ടിയിട്ടാണ്. കസൂക്കിയക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ബോഡി ബിൽഡും ക്യാരക്ടറിസ്റ്റിക്കുമാണ് ഫ്രാങ്കിക്ക് ഉള്ളത്. ലൈക്ക് ബോൺക്ലേ ഇവർക്കൊക്കെ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടറിനെ അത്രയും വോയിസ് ആക്ടറിനെ അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ട് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ക്യാരക്ടറിന്. അതിനു മുമ്പ് ഷിപ്രൈറ്റ് ആയിട്ട് ഒരു ചെറിയൊരു വോയിസ് കേട്ടിട്ടാണ് അതിനു മുമ്പ് വേണ്ടിയാണ് ആ ക്യാരക്ടർ ഉണ്ടാക്കിയെന്ന് തോന്നുന്നില്ല. അല്ല, ഓട ഫസ്റ്റ് ഒരു ഷിപ്രൈറ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്ത് ചെറിയൊരു മിനിയൻ പോലുള്ളൊരു ലൈക്ക് നമ്മുടെ സാധാരണ വാനോയില് ഫ്രാങ്കി ഒരാളുടെ കൂടെ ശിഷ്യനായി നിൽക്കുന്നുണ്ട്. ഇവരെ പോലുള്ള ചെറിയ ലൈക്ക് കറക്റ്റ് അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ഷിപ്രൈറ്റ് ആയിട്ട് കൊണ്ടുവരാന്നുള്ളായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കസോക്കി ഡാർഫിന്റെ ഒരു ഡാർഫിനെ കൊണ്ടുവരും. കാരണം ഡാർഫുകളാണ് സത്യം പറഞ്ഞ ഈ പറഞ്ഞ ഫാന്റസിയിൽ ഓടെ എന്ത് ചെയ്തു കാർപ്പൻട്രി വർക്ക് ഒക്കെ ചെയ്യുന്നത്. ഈ ഡാർഫിനെ ലൈക്ക് ഗോയിങ് മെറിയുടെ റിപ്പയർ ചെയ്യുന്ന ഫെയറി ഉണ്ടല്ലോ, ഗവോട്ടർമാനെ അതിലേക്ക് ക്ലബൗട്ടർമാനെ ആയിട്ട് സ്വിച്ച് ചെയ്തു. ലൈക്ക് അപ്പോൾ എന്ത് ചെയ്തു, രണ്ടും വന്നു. ക്ലബൗട്ടർമാന് ഗോയിങ് മെറിയെ ഫിക്സ് ചെയ്തു.
ഗോയിങ് മെറെ ഫിക്സ് ചെയ്തിട്ട് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരന് വേണ്ടിയിട്ട് ആ ബോഡി ബിൽഡും ഓർ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്കലി യോ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഫ്രാങ്കിക്ക് ആ ഒരു രീതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് പുള്ളി എഴുതിയിട്ടുള്ളത്. ട്രൂ ആണോ നമുക്കറിയില്ല. പണ്ട് ഈ ബോൺക്ലേനൊക്കെ ശബ്ദം കൊടുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ തുടക്കത്തിൽ, അപ്പം കാസുകിയാവോ എന്നെ കാണാൻ ഫസ്റ്റുള്ള ഫ്രാങ്കി ഇല്ലേ അതേപോലെ ഇരുന്ന് കാണാൻ. അതുകൊണ്ടാണ് അത് ബേസ് ചെയ്തിട്ടുള്ള മുടി ഇവനെ ബേസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് പുള്ളി ആ മുടി അങ്ങനെയൊക്കെ വെക്കുന്നതെന്ന് വിചാരിച്ചു. അയാൾ അങ്ങനെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു ഇത് കണ്ടിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ ഇവനും ജിം ക്യാരിയുടെ ഏസ് വെഞ്ചൂറ ഇല്ലേ, അതും കൂടെ ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അത് നല്ല രീതിയിൽ പുള്ളി ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ഏസ് വെഞ്ചൂറ എന്നുള്ള അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഫ്രാങ്കിനെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ പുള്ളി മറ്റേ ചുമ്മാ ഹാൻഡിൽ ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ പുതിയ വോയിസ് ആയിട്ട്. കാരണം അത്രയും നല്ല അയാൾക്ക് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ആളാണ്. ടൈം എടുക്കും അത് നമുക്ക് ദഹിക്കാൻ വേണ്ടി. കാരണം ഇത്ര 10-12-13 കൊല്ലമായില്ലേ ഇവരെ വോയിസ് നമുക്കിപ്പോ ഒരു ജാങ്കോ തൊട്ടേ ഉള്ളതല്ലേ. ജാങ്കോ തൊട്ടല്ലേ, ഫ്രാങ്കി ആയിട്ട് കാണുന്നത് വാട്ടർ സാവിന് മുതലാണല്ലോ. ഫ്രാങ്കി ആയിട്ട് എന്നുള്ള ആ ഒരു ബോഡിക്ക് ഇത്രയും കൊല്ലമായിട്ട് പുതിയൊരു വോയിസ് ആക്ടർ എന്നാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ഒരു ദഹിക്കാൻ പാടുണ്ടാവും. ശരിയാവും, പക്ഷെ ആയി വരുന്നുണ്ട്, പയ്യെ ആയി വരും. കാരണം ഇപ്പൊ വന്നിട്ടുള്ളതും ഇതുപോലെ ക്രേസി ആയിട്ടുള്ള ആളാണ്. ലൈക്ക് എങ്ങനെയാണ് കാസുക്കിയാവോ ഒരു ഇതിനെ ലൈക്ക് ഫ്രാങ്കെ ഇൻഫ്ലുവൻസ് ചെയ്തത്, അതേപോലെ തന്നെ പുതിയ ആളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കാരണം പുള്ളിക്കാരൻ ഒരു കോക്ക് ഗീക്കാണ്, കൊക്കക്കോള ഗീക്കാണ് പുള്ളിക്കാരൻ്റെ. ആ കൊക്കല്ല, നീ ഉദ്ദേശിച്ച 2 കോക്കോ അല്ല, കൊക്കക്കോള ഗീക്കാണ് ലൈക്ക് ഫ്രാങ്കി. റിട്ടേൺസ് ഞാൻ ലൈക്ക് പുള്ളിക്കാരൻ്റെ കളക്ഷൻസ് അത്രയാണ്. ലൈക്ക് ഒരു ക്യാൻസ്, പഴയ കുപ്പികൾ, അതിൻ്റെ പലതരം എഡിഷൻസ്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഗീക്കാണ് പുള്ളിക്കാരൻ. കൈൻഡ് ഓഫ് ഫ്രാങ്കി മൊത്തം കോള കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതൊരു ടൈപ്പ് ഇതാണ്. പിന്നെ അവരുടെ ചേഞ്ചിങ്ങിനെ വൻ വൈബായിരുന്നു. ആ വീഡിയോ ഞാൻ 2-3 പ്രാവശ്യം എടുത്ത് കണ്ട്. കസുക്കിയായോ വന്ന് പുള്ളിക്കാരൻ്റെ ജെട്ടിയിട്ട് ഊരി വിഷയായിരുന്നു. പുതിയ വോയിസ് ആക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ പക്ഷെ നമ്മൾ അങ്ങനെ നോക്കിയാലും ഗൂഫി ആയിട്ട് അതല്ല ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് ഈ കിസാറുവിന്റെ വോയിസ് ആക്ടർ ചേഞ്ച് ചെയ്ത കാര്യം അറിയായിരുന്നു. കിസാറ് മാത്രല്ല, ഷാങ്സ് മാറി, കിസാറ് മാറി, ഒരുപാട് മൈനർ ക്യാരക്ടേഴ്സ് മിഹോക്കിന്റെ മാറിയിട്ടുണ്ട്. പഴയത് കേട്ട് കഴിഞ്ഞാൽ ഒരു നല്ല പ്രായമുള്ള ആളാണ് പുള്ളി. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ മാറി. പക്ഷെ നമ്മളത് പെട്ടെന്ന് നമ്മളെ ഇത് ചെയ്യത്തില്ല, റിഫ്ലക്ട് ചെയ്യത്തില്ല. കാരണം പക്ഷെ കിസാറുവിന്റെ വോയിസ് നമുക്ക് വ്യത്യാസം ഉണ്ടെന്ന് തോന്നൂല. ഞാൻ ഇടയ്ക്ക് സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ കൊള്ളാം, പുതിയ ആളും കൊള്ളാം. പുതിയ ആളല്ല, കാക്കുവാണ് വോയിസ് ആക്ടർ. അറിഞ്ഞൂടല്ലേ, കാക്കു ബ്യാക്കുവിനൊക്കെ വോയിസ് എഴുതില്ലേ, അതേ സെയിം ആളാണ് കിസാറുവിന് വോയിസ്. ലൈക്ക് ആ വോയിസ് മോഡുലേഷൻ, കിസാറോട് വോയിസ് യോ ആ ഒരു സാധനം വൻ വൈബാണല്ലോ. അല്ല, ഞാൻ ഇടയ്ക്ക് വെച്ചൊരു ഇത് കേട്ടായിരുന്നു. അതായത് നമ്മുടെ കിസാറുവാണ് ഇവന്റെ മോനാണ്, ബ്രൂക്കിന്റെ മോനാണെന്ന്. കിസാറു അല്ല, കിസാറു അല്ല, ഇയാള് നമ്മുടെ ബ്രൂക്കിന്റെ മോനാണ് മോന. പക്ഷെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, സിമിലാരിറ്റി ഉണ്ട്. ആഫ്രോ കൊച്ചിയിലുണ്ടല്ലോ മൈൻഡ് സെറ്റ് ഇതുണ്ട്. അതല്ലടാ, ഇവൻ കൊച്ചായിരുന്നപ്പോഴും ഇവന്റെ കുറച്ച് ചെറുപ്പമുണ്ടല്ലോ, നല്ല സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാ പ്രായവും ഏകദേശം നോക്കി വരുമ്പോൾ 40-90 വ്യത്യാസം. ഒരു ഇൻ ഹിസ് ലേറ്റ് 40s ആയിരിക്കണം ഔക്കിജിയുടേത്. ഇൻ ഹിസ് 90s ആണ് ബ്രൂക്ക്. എങ്ങനെയെങ്കിലും അവിടെ ഇവിടെ ആയിട്ട് കുറച്ചൊക്കെ ടൈപ്പ് ഉണ്ട്. കാരണം എന്താ പറയുക, അല്ല അങ്ങനെ ഒരു ഒന്ന് കൊണ്ടുവന്നിരിക്കട്ടെ, കൊണ്ടുവന്നാലും നമുക്ക് അതിനകത്ത് അപ്പോഴേ നമുക്കൊരു ഫോർ ഷാഡോയിങ് ആയിട്ട് എടുക്കാൻ പറ്റും. എങ്ങനെ കറക്റ്റ് ആവണു എന്ന് വെച്ചാല് ബ്രൂക്ക് ആ ഒരു മരിച്ചതിന് ശേഷം സോളിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിട്ട് 50 കൊല്ലം എന്തോ എടുത്തു. 10 കൊല്ലം എടുത്തിട്ടുള്ളൂ, 10-12 കൊല്ലം എടുത്തിട്ടുള്ളൂ. 50 കൊല്ലത്തിന് ശേഷം ലൂഫിനെ കണ്ടുപിടുത്താണ്.
ഓക്കെ അങ്ങനെ 10 കൊല്ലം കഴിഞ്ഞ് പിന്നെ 30-40 വർഷത്തോളം അവന്റെ കൂട്ടുകാരന്റെ ഡെഡ് ബോഡിയുടെ കൂടെ ഇരുന്നാണ് യാത്ര അപ്പൊ തന്നെ അത്യാവശ്യം കൊല്ലായല്ലോ, അത്യാവശ്യം ടൈം പറയുന്നത് 90 വയസ്സായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 വയസ്സുണ്ടാവും. കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല. അല്ല അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അപ്പോഴേ നമുക്ക് ഫോർ ഷാഡോയിങ് ആയിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇപ്പൊ കാണിച്ചാൽ തന്നെ പറയാൻ പറ്റില്ല. പഴയ ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് കൊള്ളാം, രണ്ടും നല്ല കണക്ഷൻ തോന്നുന്നുണ്ട്. അത്യാവശ്യം സ്പൂൺ ഫീഡ് ചെയ്യുന്ന ആളാ. അതല്ല, ഓട പഴയ ചാപ്റ്റേഴ്സ് വായിക്കുന്ന ഒരാളും കൂടെയാണ് പുള്ളി. ഇത് കണക്ക് നോക്കും, അതും ഇതും നോക്കിയിട്ട് അങ്ങനെയാണ്. സോറി ഫോർ സ്പോയിലർ അലേർട്ട്. ഈ ആർക്കിന്റെ അവസാനം മറ്റേ വലിയ റോബോട്ടില്ലേ, റോബോട്ട് മറ്റേ നോട്ട് അൺലോക്ക് ചെയ്യുമല്ലോ, അൺലോക്ക് ചെയ്യുമ്പോഴല്ലേ ഹാക്കി വരുന്നത്, അത് ഈ വെതറി എന്ന് ചെയ്ത അതേപോലെ തന്നെ. അങ്ങനെ തോന്നിയില്ല. അതിനു പകരം അയാള് ഇത് നോക്കിയിട്ട് കൊള്ളാം, ഈ ഒരു ഐഡിയ കൊള്ളാം, ഇതിനു പകരം നമുക്ക് ഹാക്കി സ്റ്റോർ ചെയ്യുന്നത് ആക്കി കൂടാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും. പക്ഷെ അതൊരു വിഷയം സീനായിരുന്നു കേട്ടോ. ലൈക്ക് മാങ്ക സ്പോയിലർ ആണ്, മാങ്ക നിങ്ങൾ വായിക്കാന്നുണ്ടെങ്കിൽ വെതറിയെ കാണിക്കുന്നത് ഒരു എലമെന്റ് ഇത് ചെയ്യുന്നതായിട്ടാണ്, മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ടാണ്. പക്ഷെ ഇതിനകത്ത് ഹാക്കിയാണ് സ്റ്റോർ ചെയ്യുന്നത്, ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. വെതർ എലമെന്റ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതിനുവരെ ഹാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് കിടിലം സംഭവമാണല്ലോ. എവിടെയൊക്കെ യൂസ് ചെയ്യാം, വെപ്പണായിട്ട് വരെ യൂസ് ചെയ്യാമല്ലോ. അത് തന്നെ അതിന് ആ ഒരു ഐഡിയ ചൂസ് ചെയ്ത പോലെ എന്തുകൊണ്ട് ഇതും കൂടെ ചെയ്തുകൂടാ. ഓർമ്മയില്ലേ മറ്റേ സൗണ്ട് ഡയലില് സത്യം പറഞ്ഞ ഫ്ലേവർ ഡയലി സ്കൈപ്പിയാണ് പുള്ളിക്കാരൻ. ലൈക്ക് കുറെ കാലമായിട്ട് സ്കൈപ്പി, അതുപോലെ സ്കൈപ്പിയുടെ മുമ്പുള്ള അലബാസ്ഥയിലുള്ള കുറെ സംഭവങ്ങള്, ഇതിലൊക്കെ പുള്ളിക്കാരൻ ലൈക്ക് ഓരോ കാണുന്ന സാധനങ്ങളൊക്കെ ഫോർ ഷാഡിങ് ആയിട്ട് പിന്നെ റിപ്പീറ്റ് വരുന്നുണ്ട്. ഈവൻ ഒരു ഫില്ലറിൽ വന്നൊരു എപ്പിസോഡുണ്ട്, ലൈക്ക് ദർ ഇസ് എ ഫില്ലർ, ഒരു ഡ്രാഗനെ കുറിച്ച് പറയുന്നൊരു ഫില്ലർ, തുടക്കത്തിലുള്ള ഒരു ഫില്ലർ. ഗ്രാൻഡ് ലൈനൊക്കെ പോകുന്ന, ഗ്രാൻഡ് ലൈൻ എത്തുന്ന ടൈമിൽ ഒരു ആപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടെ ഒരു സ്റ്റോറി ഉണ്ട്. അതില് ഒരു വാളായിട്ട് ഇങ്ങനെ ലൈക്ക് ഒരു ചുമരിൽ ഇങ്ങനെ ഇട്ടൊരു ആർട്ട് ഉണ്ട്. അതിലുള്ള കുറച്ച് ഇമേജസ് കണ്ടു കഴിഞ്ഞാൽ നിലവിലുള്ള മ്യൂറലായിട്ട് നല്ല സിമിലാരിറ്റീസ് ഉണ്ട്. അത് മറ്റേ ഒരാളുടെ കയ്യിൽ ഒരു ടാറ്റു ഉണ്ട്, അത് എനിക്ക് തോന്നുന്നു അത് മറ്റേ സ്കൈപ്പിക്ക് തൊട്ടുമുള്ള കയ്യില് ഒരു ബാർട്ടൻഡർ ഉണ്ട്, പുള്ളിക്കാരന്റെ കയ്യിലുള്ളത് ഏകദേശം സിമിലാരിറ്റി ഉണ്ട് മ്യൂറലുമായിട്ട്. ഈവൻ നമുക്ക് വൺ പീസിലുള്ള ബാക്ക് സ്റ്റോറീസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പൊ ഈ കാണുന്നതിൽ നമ്മുടെ ഇപ്പോൾ ഒരു നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടാവില്ലേ, എന്താ പറയാ ചാത്തൻ അതുപോലെ കുറെ സാധനങ്ങളുണ്ട്. ആ വേൾഡിലൊക്കെ അങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പത്തെ എൽബാഫിൽ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ വേൾഡിലുള്ള നമുക്ക് കണ്ടു പോകുന്നില്ല. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു പുതിയ ആനിമേഷൻ? ഇപ്പം 6 മാസം ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രയോടെ വന്ന് എനിക്ക് ഒരു വ്യത്യാസമില്ല. അഫ്കോഴ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവൂല. എന്തിനും വ്യത്യാസം ഉണ്ടാക്കണം. അല്ല, അവര് ആനിമേഷന് വ്യത്യാസം വരുത്തുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ അരി വേവിക്കാനാണ് 6 മാസം ലീവ് എടുത്തത്. സൗണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം. സൗണ്ട് വ്യത്യാസമില്ല. ഇല്ല 6 മാസം എന്തിനാ അവർ ലീവ് എടുത്തത്? അവർ പറഞ്ഞത് തന്നെ ആനിമേഷനിൽ ഞങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ്സ് വരുത്താൻ വേണ്ടി 6 മാസം ഇന്റർവെൽ എടുക്കുന്നതാണ് അവർ പറഞ്ഞത് തന്നെ. സ്റ്റിൽ ആ ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് സ്റ്റിൽ ഞാൻ എന്ന് വെച്ചാൽ ഒരു ഫ്ലൂയിഡിറ്റി കുറവുള്ള പോലത്തെ. മാത്രമല്ല ആ ഇമ്പാക്ട് ഫ്രെയിംസിന്റെ കാണിക്കുന്നതും കണ്ടിന്യൂസ് ഇമ്പാക്ട് ഫ്രെയിംസ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഫാസ്റ്റ് മൂവ്മെന്റിൽ ഫിസിക്സ് ഭയങ്കര മോശം. ക്യാരക്ടറിനെ കാണിക്കുമ്പോഴത്തേക്കും ഫാസ്റ്റ് മൂവ്മെന്റിൽ നമുക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞ ഓരോ പാനൽസിനകത്ത് ക്യാരക്ടർ പൂർണ്ണമായിട്ട് വരച്ചിട്ടൊന്നുമില്ല, മറ്റേ വര ഇങ്ങനെ കൊള്ളി കണക്കൊക്കെയാണ് പോകുന്നത്. പിന്നെ ഈ വോബ്ലി ആയിട്ടുള്ള ആനിമേഷൻ വരുന്നുണ്ട്, അതും ഇത്തിരി പ്രശ്നമാണ്. വോബ്ലി ഇവന് ലൂഫിയുടെ ഗിയർ 5 മാത്രം ആക്കിയിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വണ്ണവനും പോണവനും വോബ്ലി ആക്കി റോക്കിന്റെ ഒക്കെ സ്റ്റോണിന്റെ ഒക്കെ ഫിസിക്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ പേപ്പർ വാനമായിട്ട് കമ്പയർ ചെയ്യണം.
വാനോയില് ഓരോ കല്ലിനും വെയിറ്റ് ഉണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ട്. പക്ഷെ അത് വെച്ച് ഇപ്പൊ തെർമോകോളാ സത്യം. അതുപോലെ തന്നെ ഇമ്പാക്ട് ഫ്രെയിം അൺനെസസറി ആയിട്ട് വെറുതെ ഇമ്പാക്ട് ഫ്രെയിം ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക, വന്നവനും പോണവനും. സത്യം പറഞ്ഞാൽ മാർവൽ ഇപ്പം എങ്ങനാണോ ഈ പറഞ്ഞ ഓരോ ക്യാമിയോളെ യൂസ് ചെയ്യുന്നത്, അതുപോലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വൺ പീസിന്റെ ആനിമേഷൻ ഇമ്പാക്ട് ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പാക്ട് ഫ്രെയിംസ് വെച്ചിട്ട് ആൾക്കാരെ കണ്ടങ്ങ് മറ്റേ ഇത് ഓപ്പണിങ്ങിന്റെ എൻഡിങ്ങിന്റെ ആനിമേഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആനിമേഷനും സോങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വാനോന്റെ ഫൈനൽ ആനിമേഷൻ അങ്ങനെയല്ലടാ, ഫൈനൽ ആയിട്ടുള്ള ഓപ്പണിംഗ് എൻഡിങ് സോങ് ഇല്ലേ, അതേ സെയിം ഇതാണ് ഇതിനുള്ളത്. വാനോയുടെ ഏറ്റവും അവസാനത്തെ എൻഡിങ് സോങ്ങും ഓപ്പണിംഗ് സോങ്ങും അതേപോലെ ആയിരുന്നു. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഇവര് ഇപ്പൊ പറഞ്ഞ ഫ്ലൂയിഡിറ്റി ഇല്ലാന്നുണ്ടല്ലോ, അതിലൊരു ഫ്രെയിം ഉണ്ട്. ലൈക്ക് കുമ്മയുടെ കൈ ഇങ്ങനെ വന്നിട്ടൊരു ലൈക്ക് ഒരു വെള്ളത്തിലെടുത്ത് ഇങ്ങനെ എടുക്കുന്ന പോലെ, അത് അടിപൊളി ഫ്രെയിമാണ്. ഞാൻ ഇങ്ങനത്തെ കുറെ സംഭവം ഓപ്പണിംഗ് എൻഡിങ്ങിൽ ഒരു ഫ്രെയിം ഉണ്ട്. ഇതേപോലെ അതിൽ കുറെ ഫ്രെയിംസ് ഉണ്ട് അടിപൊളിയായിട്ട് വെക്കാൻ പറ്റും. പക്ഷെ അത് അനിമേല് വരുമ്പോ ലാഗാണ്. ഐ തിങ്ക് ഒരു മാസമോ 2 മാസം മേ ബി കുമ്മയുടെ ബാക്ക് സ്റ്റോറിയിൽ വരുമ്പോൾ അനിമേഷൻ ഡിഫറൻസ് ഉണ്ടാവാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയിപ്പം എക്കടിക്കാൻ തന്നെ പോകും. എൽബാഫിൽ മാറ്റം വരും. മാറ്റം വരണം. നടക്കൂല. ആനിമേഷൻ സിമിലർ ടു മാൻ ഒന്നുമല്ല, ഈ പറഞ്ഞ നമ്മുടെ പക്ക പഴയ ആനിമേഷൻ ഉണ്ടല്ലോ, ഹോൾ കേക്കിലൊന്നും പറ്റത്തില്ല. കാരണം ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റഗ്ഗഡ് ഫീലിംഗ് വേണം ഈ പറഞ്ഞ വാനോയില്. കാരണം നമ്മൾ വൈക്കിങ്സിന്റെ കഥ കണക്കാണ് പറഞ്ഞു പോകുന്നത്, ഇൻസ് സ്റ്റോറിയല്ല. കുറച്ചുകൂടി റഗ്ഗഡ് ആയിട്ട് ഒരു ഒരു യെല്ലോയിഷ് ഒരു ബ്രൗണിഷ് ഒരു മെക്സിക്കൻ ഇത് വേണം, കളർ വേണം. ലൈക്ക് ഇപ്പോ നടക്കുന്ന ഗഡാണ്, ലൈക്ക് ഫ്യൂച്ചറിസ്റ്റിക് ഗ്രൗണ്ടഡ് ആവണം ആനിമേഷൻ ആവണം. പറ്റിപ്പോയത് ക്യാരക്ടറിനുള്ള ലൈൻ ഇല്ലേ, ക്യാരക്ടർ ലൈൻസ് അത് തീരെ കട്ട് വരണം. പക്ഷേ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാങ്കയുടെ ഡ്രോയിങ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ ആനിമേഡ് ഇത് കുറഞ്ഞു, ആനിമേഷൻ കുറഞ്ഞോണ്ടിരിക്കുന്നു. അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 മാസം ലീവ് എടുത്ത് പോയെന്ന് പറയുമ്പോഴും നമുക്ക് അങ്ങനെ എക്സൈറ്റ്മെന്റ് സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു. തിരിച്ച് വരാൻ വേണ്ടി കാത്തിരിപ്പൊന്നും ഇല്ലായിരുന്നു. കാരണം ആനിമ മാത്രം കാണുന്നവർക്ക് ആ ഒരു ഇത് കാണും. എന്തോ പെട്ടെന്നുള്ളൊരു ബ്രേക്ക് ആയിരുന്നില്ല എന്ന് വെച്ചാൽ ലൈക്ക് 2 മാസം മുമ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എങ്കിൽ 1 മാസം മുമ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത 6 മാസം ലീവ് ആയിരിക്കുന്നു അല്ലെങ്കിൽ ബ്രേക്ക് ആയിരിക്കും. പെട്ടെന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളല്ലോ, പെട്ടെന്നുള്ളൊരു അനൗൺസ്മെന്റ് ആയിരുന്നു. 2 ആഴ്ച മുമ്പുള്ള അനൗൺസ്മെന്റ്. അതെ. അപ്പോ ഡൈമയ്ക്ക് വേണ്ടിയിട്ട് ബ്രേക്ക് എടുത്തായിരിക്കും. ഡൈമയ്ക്ക് വേണ്ടിയിട്ട് ചാൻസ്. കാരണം ദൈമ തുടങ്ങുന്ന സമയത്താണ് ഇവര് ബ്രേക്ക് എടുക്കാൻ പോകുന്നത്. ഒരു 1-2 എപ്പിസോഡ് അവർ ദൈമയ്ക്ക് എടുത്തിട്ട് പിന്നെ നേരെ ബ്രേക്ക് എടുത്തു. അതിനുശേഷം ദൈമ മാക്സിമം അവർ ഇമ്പ്രൂവ് ചെയ്യും. അനിമേഷൻ കിട്ടില്ല. അത് കണക്ക് കൊള്ളത്തിൽ, അത് കണക്ക് ഇത് വന്നിട്ട് കാര്യമില്ല. ടോയ് ചില സമയത്ത് വൺ പീസിന്റെ ആനിമേഷൻ നടക്കും. ഉദാഹരണത്തിന് ഗാർപ്പും അക്കിജിയുടെ പാസ്റ്റ് കാണിക്കുന്ന ടൈമില് ഇമ്പാക്ട് ഫ്രെയിം അല്ല, അതിൽ ജസ്റ്റ് അവർ മറ്റേ ലൈക്ക് ഷിപ്പിനെ പഞ്ചിങ് ബാഗ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ ടൈമിലുള്ള ആനിമേഷൻ ഒക്കെ നല്ലതാണ്. ആ സമയത്തുള്ള മാങ്കയുടെ പാനലിന് ഓർമ്മയുണ്ടോ? അത് അതിലേറെ അടിപൊളിയാണ്. അത് പ്രശ്നമാണ്. ഈ മാങ്ക പോലൊരു സ്റ്റിൽ ഇമേജിന് അത്രയും ഇത് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ അതിനേക്കാളും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. മാങ്കയിലുള്ള സ്റ്റിൽ ഇമേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മാങ്കയിലുള്ള ചില വരകൾ ടോയ് മറന്നു പോകുന്നത്. അത് സാഞ്ചിയുടെ വരകളാണ്. ടോയ് ലൈക്ക് കംപ്ലീറ്റ്ലി പ്രത്യേകം ഒരു വരപ്പുകാരൻ ഇല്ലെന്നാണ് അവർ പറയുന്നത്. വരപ്പുകാരൻ പോട്ടെ, സാഞ്ചിയുടെ ലൈക്ക് ഞാൻ കഴിഞ്ഞ വർഷമല്ലായിരുന്നു ആ പാനൽ. ഈ വോയിസ് ആക്ടറും എഴുത്തുകാരനൊക്കെ പ്രശ്നം ഉണ്ടാക്കണോ? ഈ പറഞ്ഞ നല്ല രീതിയിൽ എഴുതി വെച്ച ഒരു ക്യാരക്ടറിനെ നിങ്ങൾ ആനിമയില് ക്യാരക്ടർ ആർക്കുള്ളത് സത്യം പറഞ്ഞ സാഞ്ചിക്കാം. അതെ. ഈ പറഞ്ഞ ഈ വൺ പീസിൽ സ്ട്രോ ഹാറ്റ്സിൽ ഏറ്റവും ഒരു ക്യാരക്ടർ ആർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളത് സത്യം പറഞ്ഞ സാഞ്ചിക്കാം. ഒരു പെർഫെക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്
കാണിച്ചിട്ടുള്ളത് നമുക്ക് portrayal പുള്ളിക്കാരന് ആൾക്കാരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്തൊക്കെയാണ് ഇഷ്ടം എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്ത ഇതൊക്കെ പ്രോപ്പറായിട്ട് അറിയുന്ന കാണിച്ചിട്ടുള്ള ഒരേ ഒരാൾ സാഞ്ചിയാണ് അവിടെ. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെ ടച്ച് ചെയ്ത് വിടില്ല. ഈവൻ സോറോക്ക് എന്തൊക്കെയാണ് ഇഷ്ടമില്ല എന്നുള്ളത് നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് അറിയില്ല. സോറോയുടെ പാസ്റ്റ് പോലും സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വലുതായിട്ട് സ്ട്രെസ് ചെയ്തിട്ടില്ല, സ്റ്റോറിയും പറഞ്ഞിട്ടില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വോൾക്കേക്കില് സാഞ്ചിയുടെ കാണിച്ചു, വാനോയില് സോറോയുടെ കാണിക്കുന്നു, ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഉസപ്പിനൊരു ഇമ്പോർട്ടൻസ് കൂടുന്നു, എൽബാഫിൽ ഉസപ്പിന് ഇച്ചിരി ഇമ്പോർട്ടൻസ് കൂടുന്നു. ചിലപ്പോൾ ലാസ്റ്റ് അടുപ്പിച്ചാകുമ്പോഴത്തേക്കും ലൂഫിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ആർക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് ഈവൻ ലൂഫിയുടെ കറക്റ്റ് ഡ്രീം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ കാണിക്കുന്ന ഒരു ആർക്ക് ലാസ്റ്റ് ആകുമ്പോൾ അതൊക്കെ ഇനിയിപ്പം സെക്കൻഡ് ലാസ്റ്റ് ആർക്കൊക്കെ ആകും. അത് സമയം ഫൈനൽ സാഗ സ്റ്റാർട്ട് ചെയ്ത് ഇനി ലോഡ് സ്റ്റാർ അല്ല, ഇനി ഇടയ്ക്ക് ഒരെണ്ണോടി കാണാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ പോകുന്ന പോക്ക് കണ്ടിട്ട് ഇപ്പം ലോക്കി വേറൊരു കഥയാണ്. ഇനി കൂടി പോയി കഴിഞ്ഞാൽ 3 or 2 ഐലൻഡ്, 3 ഐലൻഡും അത് കഴിഞ്ഞിട്ടൊരു എൻ ഫൈറ്റും മെറീജോ മേ ബി കുറെ ഉണ്ടാവും. പറയാൻ പറ്റില്ല എന്തുണ്ടാകാൻ പോകുന്നത്. പിന്നെ സാഞ്ചിയുടെ ഇതില് ലൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ യോറ് ലൈക്ക് കരഞ്ഞിട്ട്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അതിന് മുതലെടുക്കുന്ന സത്യം പറഞ്ഞാൽ സോറോയുടെ ടോക്സിക് ഫാൻസ്. സത്യം സോറോയുടെ ടോക്സിക് ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് മറ്റേ ഇപ്പം അനിമ ഒന്നും വേണ്ട, സോറോയുടെ മോന്തോത്രം കണ്ടാൽ മതി. എനിക്കറിയത്തില്ല, ഇവിടെ പിൻട്രസ്റ്റ് പോയിട്ട് സെർച്ച് ചെയ്യടാ. അത് പിൻട്രസ്റ്റ് പോയി സെർച്ച് ചെയ്താൽ നീക്ക് മറ്റേ എന്തിനാ അനിമേൻ്റെ സമയം കളയുന്നത്. അതിനകത്ത് സോറോയെയും ലൂഫിയെയും സാഞ്ചിയൊക്കെ കാണിക്കും. നിങ്ങൾക്ക് ബോറടിക്കൂലേ? സാഞ്ചിനെ മാങ്കയിൽ കാണിക്കുന്ന വേറെ വൈബാണ്. ലൈക്ക് സാഞ്ചിയെ കാണുമ്പോൾ തന്നെ കൊള്ളാം. എഗ്ഹെഡിൽ അത് സാഞ്ചി അല്ലായിരുന്നു, മിസ്റ്റർ പ്രിൻസ് ആയിരുന്നു. മിസ്റ്റർ പ്രിൻസ് ആയിരുന്നു എഗ്ഹെഡിൽ. എഗ്ഹെഡിലുണ്ടായിരുന്ന ആ പ്രൈം മിസ്റ്റർ പ്രിൻസ് തിരിച്ചു വന്നതായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു ഹൈപ്പ് ഓർമ്മ അതൊന്നും കാണിച്ചില്ല. ഇവൻ ഒരു കിടിലം പാനലായിരുന്നു. അതിന് സാഞ്ചിനെ ഒഴിവാക്കാൻ അവർക്ക് എങ്ങനെ തോന്നിയത് ഞാൻ ആലോചിക്കണം. അതണക്ക് തന്നെ പട്ടിയുടെ കണക്ക് കാണിക്കുന്നത് അതൊന്നും ഇതിനകത്തില്ല. സാഞ്ചി ഇങ്ങനെ ഒരു ചിരിച്ചോണ്ട് എന്നെ പട്ടീന്ന് വിളിക്കൂ ആ ഒരു രീതിയിൽ പതനായിരുന്നു സാഞ്ചിയുടെ. അതപ്പതനമായിരുന്നു എഗ്ഗഡിനകത്ത്. എഗ്ഗഡ് ഞാൻ കണ്ടതിൽ വെച്ച് തന്നെ എനിക്ക് വൺ പീസിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത ആർക്ക് ഇഷ്ടപ്പെടാൻ ആർക്ക് എത്തുമ്പോൾ എഗ്ഗഡ്. ആനിമേഷൻ ഇഷ്യൂ ഉണ്ട്, ഈ പറഞ്ഞ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ആർക്കില് ആനിമേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പേസിങ്ങിന്റെ പ്രശ്നമുണ്ട്. പേസിങ്ങിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേസിങ് ഓവർ പേസ്ഡ് ആണ്. ഒന്നുമില്ല ഓവർ പേസ്ഡ് അല്ല, ഓവർ പേസ്ഡ് ആണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ടല്ലേ നിർത്തേണ്ടി വന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, മാങ്ക ഓവർ പേസ്ഡ് ആണ്. ഈ വൺ പീസിന്റെ എഗ്ഗഡ് ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കയെ ഓവർ പേസ്ഡിലാണ് പോകുന്നത്. കാരണം ഇവര് കൊണ്ടുവന്ന കുക്ക് ചെയ്ത് ഇവർ ഒരു കഴിഞ്ഞൊരു 3 ആർക്ക് കൊണ്ട് കുക്ക് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് ഗൊറോസ എന്ന് പറയുന്നത്. ഇത് നമ്മളെ സത്യം പറഞ്ഞാൽ ഇതൊരു വാർലോട്ടിനെ കുക്ക് ചെയ്ത് കണക്കും ഇതിന് ശേഷം പിന്നെ ഇവന്മാരെ യോങ്കോസിനെ കുക്ക് ചെയ്തതും പോലെ ഒരു കുക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് ഗൊറോസ. എന്നിട്ട് ആ ഗൊറോസയെ ഒറ്റ അടിക്ക് കൊണ്ടുവന്ന് കലോടച്ചങ്ങ് തീർക്കുവാണ് എഗ്ഗഡിൽ കൊണ്ടുവന്നത്. ഇത്രയും കാലമായിട്ട് ഗൊറോസ സ്പോയിലർ ആണ് ഡെഫിനറ്റ്ലി. ഈ 5 ഗൊറോസെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആ സമയത്ത് വാനോ ആർക്കിലുള്ള അല്ല എഗ്ഗഡിലുള്ള എല്ലാരെക്കാളും ഓവർ പവർ സിമ്പിളായിട്ട് ചെയ്യും ഈ പറഞ്ഞ 5 ഗൊറോസെ. ആ ഒരു റോബോട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതുണ്ട്. ഹാക്കി തിരിച്ചെല്ലാത്തിനെ സമ്മണിങ് ചെയ്യുന്നോണ്ടാണ്, സമ്മണിങ് അല്ല റിവേഴ്സ് സമ്മണിങ് ചെയ്യുന്നോണ്ടാണ്. റോബോട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ പറ്റിയത്. ഇല്ലായിരുന്നു എന്ത് ചെയ്യും. അതില് ജോയ് ബോയുടെ ഒരു ഇത് കാണാൻ പറ്റും നമുക്ക്. ജോയ് ബോയുടെ പവർ കാണാൻ പറ്റിയെന്നുള്ളല്ലോ. അത് പിന്നെ മനസ്സിലായ വേറെ സാധനം. ഇനി ഞാൻ ഒരു സിൽഹോട്ട് അവരങ്ങനെ ചെയ്യുന്നു. സിലുവേറ്റ് അവരങ്ങനെ ചെയ്യുന്നുള്ളതാണ് ഒരു ജോയ് ബോയുടെ ജോയ് ബോയും ഇതും കൂടിയുള്ള റോബോട്ടും തമ്മിലുള്ള സംസാരം. ശരിയാണ്. അതല്ല അത് മാക്സിമം ഇനി ഇതിന് ഈ ആ ഒരു സീൻ എത്തുന്നതിന് മുമ്പ് മാക്സിമം ശരിയാക്കണം, ഇന്റർഫിയർ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ജോയ് ബോയ് ആരാണ് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു പോണം. മാങ്കയില് പറഞ്ഞു പോയില്ലെങ്കിൽ ആനിമേറ്റേഴ്സ് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇപ്പം വേണ്ട സ്പോയിലേഴ്സ് ഇനി വേണ്ട, കാരണം ഒരുപാട് ഇപ്പം തന്നെ ആയി. ഇപ്പം അല്ല ഗഡാർക്കിന്റെ സ്പോയിലേഴ്സ് കുറേ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പം എനിക്കൊന്ന് 6 മാസം ഒരു അവധ് വന്നപ്പോഴത്തേക്കും ഒരുമാതിരി പെട്ടവന്മാരെല്ലാം ഇറങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ആൾക്കാരുണ്ട്. ഈവൻ എൻ്റെ ഓഫീസിലുള്ള ഒരാളുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഞാൻ കണ്ടപ്പോ ഈ ഒരു 6 മാസം ഇന്റർവെല് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. കുറെ പേര് മാങ്കയിലോട്ട് മാങ്കയിലേക്ക് കയറി അനിമെ കാച്ചപ്പ് ചെയ്തു, സ്റ്റോറി എത്തിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞ സ്പോയിലർ ഇടരുത്, നമ്മളായിട്ട് സ്പോയിലർ
നമ്മൾ അതിനു വേണ്ടി എപ്പിസോഡ് Spoiler ഓ? അതെന്താ? മാത്രമായിട്ടും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തിട്ടേ ഇല്ല. യെസ്. പിന്നെ വേറെ കാര്യം, ഇതൊന്നും ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ വൺ പീസ് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും നിങ്ങളുടെ ഫീൽഡിലെത്തും. ഇതൊക്കെ നിങ്ങളുടെ ഫീൽഡിലെത്തുന്ന കാര്യങ്ങളാണ്, ഞങ്ങളായിട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല. ആരൊറ്റ പ്രശ്നമാണ് വൺ പീസിൽ ഞാൻ വീടാന്നല്ല വീട്ടിലെത്താൻ അത് കേട്ട പിന്നെയാണ് മനസ്സിലായത് ഫ്രീഡ് ആയിരിക്കും. ഫീഡ് FEED. ഓ കേട്ടില്ലേ? ഇവർക്ക് മാത്രം അറിയുന്ന ഫ്രീക്വൻസി ഉണ്ട് അത്. ഓക്കെ. ഞാന് വൺ പീസ് റീവാച്ച് ചെയ്യുന്ന കാര്യം മുമ്പ് പറഞ്ഞാണ്. ഇപ്പോ പിന്നെ മെയിൻ റീവാച്ചർ ഇന്ന് വന്നിട്ടില്ല. ഓ പുള്ളിക്കാരൻ നാട് വിട്ടു, ബാംഗ്ലൂരെത്തി. ഓ ഷൗട്ട് ഔട്ട് മുടിയഞ്ചി. അല്ല ചോദിക്കട്ടെ, നല്ല കാര്യം. ഓക്കെ, ഞാൻ റീവാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റീവാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുറെ കാര്യങ്ങളൊക്കെ ലൈക്ക് ഇപ്പൊ ഇങ്ങനെ സർക്കിൾ ചെയ്യാണല്ലോ. ഇല്ല, ഞാൻ അന്ന് റീവാച്ച് ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ട് അപ്പൊ വരില്ല. അതിന്റെ ഇടയ്ക്ക് വേറെ അനിമേസ് കാണുന്നുണ്ട്. ലൈഫോ ഇതൊക്കെ ഞാൻ എന്തിനൊക്കെ അടിയിലാണ് ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് ഞാൻ അപ്പോത്തിക്കൽ ഡയറീസ്, ഹൈക്യൂ, മറ്റേ ഇപ്പൊ ക്ലാസ് റൂം ഓഫ് ദി എലൈറ്റ്, വേറെ ഏതൊക്കെയോ സാധനങ്ങള്, വില്ലൻ സാഗർ. ഓ അതൊക്കെ രണ്ടാമത്തെ റീവാച്ച് ചെയ്തതിന്. ഹജിമേനോ ഇപ്പൊ വില്ലൻ സാഗർ റീവാച്ച് ചെയ്ത്, മോബ് സൈക്കോ റീവാച്ച് ചെയ്ത്, വൺ പഞ്ച് മാൻ റീവാച്ച് ചെയ്ത്, ഇതിന്റെ ഇടയ്ക്ക് കുറെ പരിപാടികൾ നടക്കുന്നുണ്ട്. വെരി ഗുഡ്. ലൈക്ക് വൺ പീസ് നിങ്ങൾ കാണാന്നുണ്ടെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് കണ്ടാൽ അവസാനം പറയും ഭയങ്കര തൊലിഞ്ഞ സാധനമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ളൊക്കെ ഇടയ്ക്ക് കാണണം. കാരണം അങ്ങനെയാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. വീക്കിലി അനിമയാണ്. ബാക്കി നെക്സ്റ്റ് ഞങ്ങളൊക്കെ നാക്കിറങ്ങിപ്പോയടാ കേട്ടപ്പോ ഉള്ള അറിയണല്ല. ഞാൻ റീവാച്ച് ചെയ്തിട്ടുണ്ടോ വൺ പീസ്? ഞാൻ റീവാച്ച് ചെയ്യാൻ പോയിട്ടില്ല. വൺ പീസാ അല്ല, നിങ്ങള് റീവാച്ച് ചെയ്യൂല. കണ്ട ആനിമെ റീവാച്ച് ചെയ്ത ഒരു നല്ല റീവാച്ച് ചെയ്യുന്നെങ്കിൽ അതില് വല്ല റീല് വഴിയായിരിക്കും. ഞാൻ ഇപ്പം ഈയിടെ ആയിട്ട് അല്ല, എനിക്കത് താല്പര്യം. ഈയിടെ ആയിട്ട് മറ്റേ ഗ്രാൻഡ് ബ്ലൂ ഒക്കെ കട്ടക്ക് റീവാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ തൊഴിലല്ല, ഇൻ ദ എൻഡ് എന്റർടൈൻ ആവാന്നുള്ളതാണ്. അതിപ്പോ പണ്ട് ഞാൻ കണ്ടു ഓക്കെ ശരി, ഇനി അടുത്ത ആ ഒരു മൈൻഡിലേ ഞാൻ നിക്കുള്ളൂ. ഒരു മൂഡ് കണക്കാ. ചിലപ്പോ നമുക്ക് നമ്മളെ കണ്ടിട്ടേ മറ്റേ നൊസ്റ്റാൾജി അടിക്കുമ്പോ നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണാൻ തോന്നും. അങ്ങനെ കാണും. ഞാൻ കണ്ടത് ആകെ സീസൺ 7 മാത്രമാണ്. വേറെ ഒന്നും കാണാൻ പറ്റില്ല. ബ്ലീച്ച് മാങ്ക എനിക്ക് വൺ പീസ് റീറീഡ് ചെയ്യണം. മാങ്ക നീ റീറീഡ് ചെയ്തില്ലേ ബ്ലീച്ചിന്റെ? കുറച്ചേ ആയിട്ടുള്ളൂ. അതിന് ആ പാനലുകൾ ഒന്നുകൂടി കാണാൻ വേണ്ടിയല്ലേ? ആ പാനലുകളും ഞാൻ കുറച്ച് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം പാനലുകളൊന്നുകൂടി കാണാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും റീറീഡ് ചെയ്തത്. എനിക്ക് പാനലിനെ കുറിച്ച് നേരെ അറിയണമായിരുന്നു. പിന്നെ ഫില്ലറിൽ വെച്ച് സ്കിപ്പ് ആയി വൺ പീസ് റിട്ടേൺസ് എന്നാണ്, അല്ലാതെ അനിമെ റിട്ടേൺസ് എന്നല്ല. സോ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആണല്ലോ നമുക്ക് വൺ പീസ് റിട്ടേൺസിനെ കുറിച്ച് ആഡ് ചെയ്യാനുണ്ട് കൂടുതലായിട്ട്. ഓ എനിക്ക് 2 പോയിന്റും കൂടെ ഉണ്ട്. ജസ്റ്റ് ഒരു ജസ്റ്റിഫിക്കേഷൻ ഫ്രം എ ഫാൻ, ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നത് ഒരു ഇതായിട്ട്. വാട്ട് ഇഫ് ഇപ്പൊ കാണിക്കുന്ന തുടക്കത്തിലുള്ള ഒരു 10 എപ്പിസോഡ് ഇവർ പ്രീ സെറ്റ് ചെയ്ത് വെച്ചതാണെന്നുണ്ടെങ്കിലോ, ലൈക്ക് കൈൻഡ് ഓഫ് പെട്ടെന്നുള്ള ഒരു ബ്രേക്ക് ആയിരുന്നു. എന്നുവെച്ചാൽ 2 ആഴ്ച മുമ്പാണ് ഓക്കെ ഞങ്ങൾ അടുത്ത 6 മാസം ഇനി ബ്രേക്ക്. അവസാന സമയത്ത് വെള്ളം തിരക്കിയതാണെങ്കിലും ഒന്ന് അങ്ങനെയല്ല. എന്നുവെച്ചാൽ ഇത് ഓൾറെഡി ചെയ്തു വെച്ചു. കോൺസ്പിറസി ഒന്നുമല്ല, ഇത് ഓൾറെഡി ചെയ്തു വെച്ചു. ലൈക്ക് ഇപ്പൊ ഈ കാണുന്ന കുറച്ച് എപ്പിസോഡ് അവർ ചെയ്തു വെച്ചാണ്. അപ്പോഴാണ് ലൈക്ക് ഡിസൈഡ് ചെയ്യുന്നത് ടൈം വരുന്നുണ്ടോ, ഒരു റീസൺ കൊണ്ട് വിചാരിക്കാണ്. അല്ല അത് കൊടുക്കാലോ. നെക്സ്റ്റ് മന്ത് മുതൽ ബോണിയുടെ ബാക്ക് സ്റ്റോറി വരാൻ നിൽക്കുകയാണ്. അത് അനിമ നന്നാവുന്നതിന്റെ മനസ്സ് പറയണം. കാരണം ഞാനത് ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യും. ഒന്നുകൂടി കാണാനൊന്നും വയ്യ. അല്ലല്ല സത്യം പറയാല്ല, ബർത്ത്ഡേ വെക്കുമ്പോഴാ എന്റെ എനിക്ക് കാണാൻ താല്പര്യമില്ല. സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങളത് കാണണം. അപ്പോൾ ലൈക്ക് ഞാൻ പറഞ്ഞത് പോയെന്ന് വെച്ചാൽ വാട്ട് ഇഫ് ഇപ്പൊ അവർ ചെയ്ത് വെച്ച പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന എപ്പിസോഡ്സ് ആയിരുന്നു. ഇനി അവർക്ക് അതിലൊന്നും കൂടി ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ. ലൈക്ക് ഇപ്പൊ അവര്
അങ്ങനെ പറയാനുള്ളൂ. ഇനിയിപ്പോ ലൈക്ക് ഒരു 3-4 ഇപ്പൊ റെഡി ആക്കി വെച്ചിട്ടുള്ള ആനിമേഷൻ തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ലൈക്ക് പ്രോപ്പറായിട്ട് പോകാന്നുണ്ടെങ്കിൽ ഹാപ്പിയാണ്, ഫാൻസ് ഹാപ്പിയാണ്. സോ അപ്പോൾ അതാണ് നമുക്ക് വൺ പീസിൻ്റെ റിട്ടേൺസിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളെ ഒരു വ്യൂ അങ്ങനെയാണ്. കാരണം ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്, എന്നാലോ തിരിച്ച് വന്നതിന് സന്തോഷമുണ്ട്. മാങ്ക അല്ല ആനിമെ കോട്ടപ്പ് ചെയ്തിക്കാന്നുണ്ടെങ്കിൽ ഐ പ്രിഫർ വാച്ച് ലൈക്ക് മാങ്ക റീഡ് ചെയ്യുക. കാരണം എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഓരോ ചാപ്റ്റർ വരുന്നത് അന്ന് സ്പോയിലറായിട്ടും ഈവൻ ചാപ്റ്റർ റിലീസ് ആവുന്നതിന് മുമ്പ് സ്പോയിലറായിട്ടും അതുപോലെ എല്ലായിടത്തും വരുന്നുണ്ട്. പിന്നെ ചാപ്റ്റർ ഇറങ്ങി കഴിഞ്ഞാൽ അതിനെ വെച്ചിട്ട് കുറെ ആനിമേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വല്ല പണിക്കുമ്പോ. ഇനി അടുത്ത വലിയ പെരുന്നാളിന് ഓക്കെ. അപ്പോഴ് സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. നമുക്കിതാണ് പറയാനുള്ളത്. ബൈ. കമന്റ് ചെയ്യണം കേട്ടോ. ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല, കമന്റ് ചെയ്യണമെന്നില്ല, ലൈക്ക് ചെയ്യാം. ഇവൻ ഇല്ല, പക്ഷേ ചാനലിലുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ ബൈ. ശരി എന്നാ ബൈ. മാറി അല്ല